ഹലോ ഗൈസ്, എല്ലാവർക്കും അയാം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ KPSC രാജേന്ദ്രൻ, നമ്മുടെ സ്വന്തം ഉപ്പുമുളകിലെ നമ്മുടെ മുത്തശ്ശൻ മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ കൂട്ടുകാർ. അപ്പം നമ്മളെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്, ഹൃദയത്തിൽ നിന്നും എല്ലാവരും ഭയങ്കരമായിട്ട് ആദരാഞ്ജലികൾ എല്ലാം അർപ്പിച്ചിരുന്നു അല്ലേ. അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും അദ്ദേഹം മാഞ്ഞു പോകില്ല. അത്രയ്ക്കും അദ്ദേഹം നല്ലൊരു മുത്തശ്ശൻ തന്നെയായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് അല്ലേ. നമ്മുടെ അവസാനത്തെ ആ ഒരു പാറമട വീട് ആ പിള്ളേരുടെ പേരിൽ എഴുതി കൊടുക്കുന്ന ഒരു എപ്പിസോഡൊക്കെ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആയില്ല. അത്രയ്ക്കും വികാരഭരിതമായ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ മുത്തശ്ശന്റെ ആ ഒരു പ്രകടനം അല്ലെ കൂട്ടുകാരെ. അപ്പോൾ ഒരിക്കലും നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ മനസ്സിൽ നിന്നും തന്നെ മായില്ല. അപ്പൊ ഇനി കുറെ പേര് എന്നോട് കമന്റിൽ പറഞ്ഞിരുന്നു, ഇനി പുതിയ മുത്തശ്ശൻ വരുമോ, ആരായിരിക്കും? അപ്പൊ ചിലവർ കുറെ പേര് പറയുന്നുണ്ട്, ഇനി ഒരു മുത്തശ്ശനും വേണ്ട, നമ്മുടെ നെയ്യാറ്റിൻകരയിലെ നമ്മുടെ ബാലുവിന്റെ അച്ഛനുണ്ടല്ലോ, ആ മുത്തശ്ശൻ മതി, ഇനി പുതിയ മുത്തശ്ശനൊന്നും വരണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർ ഇങ്ങനെയും പറയുന്നുണ്ട്, വേണ്ട, ഈ ഒരു പരമ്പരയിൽ, ഈ ഒരു സിറ്റ്കോം പരമ്പരയിൽ നമ്മുടെ കുട്ടമ്പിള്ള മുത്തശ്ശൻ മരിച്ചതായിട്ട് യഥാർത്ഥത്തിൽ കാണിച്ചാൽ മതി, എന്നിട്ട് ആ ഒരു ഇത് യഥാർത്ഥത്തിൽ അവരുടെ മുത്തശ്ശൻ മരിച്ചു എന്നുള്ളൊരു കഥയാക്കി തീർത്താൽ മതി എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പുതിയ മുത്തശ്ശനെ കൊണ്ടുവരണ്ട, പുതിയ മുത്തശ്ശനെ കൊണ്ടുവന്നാൽ പോലും പ്രേക്ഷകർക്ക് അത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പം ഇനി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണേ. ഇനി പുതിയ മുത്തശ്ശൻ കൊണ്ടുവരണോ? അങ്ങനെയെങ്കിൽ പുതിയ മുത്തശ്ശൻ്റെ സ്ഥാനത്ത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ യോജിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ഈ കുട്ടൻപിള്ളയായിട്ട് അഭിനയിച്ച നമ്മുടെ KPSC രാജേന്ദ്രൻ്റെ അത്രയും നമ്മുടെ പ്രേക്ഷകർ നെഞ്ചിലേറ്റാൻ പറ്റി അത്രയും വേറെ ആരെങ്കിലും ഉണ്ടാവുമോ കൂട്ടുകാരെ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് നോക്കാം ആരായിരിക്കും മികച്ച രീതിയിൽ ഇവരുടെ മുത്തച്ഛനായിട്ട് വരാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ അല്ലേ. അപ്പൊ ചിലവർ പറഞ്ഞു വരുന്നു, നമ്മുടെ KPSC ലളിത തട്ടിയും മുട്ടിയും ആ ഒരു പരമ്പരയിൽ KPSC ലളിതയും ഇങ്ങനെ അതിനിടയിൽ മരിച്ചു പോയപ്പോൾ ആ ഒരു പരമ്പരയിൽ തന്നെ, ആ സിറ്റ്കോം പരിപാടിയിൽ തന്നെ ഇങ്ങനെ കാണിച്ചു അതിൽ ഇങ്ങനെ മുത്തശ്ശി മരിച്ചു പോകുന്നതായിട്ട്. അതിപ്പോൾ അതേപോലെ തന്നെ ഇതിലും ശരിക്കും മുത്തശ്ശൻ മരിച്ചു പോകുന്ന രീതിയിൽ ഒരു സങ്കട സീൻ കൊടുത്താൽ മതി, പിന്നീട് ആരെയും കൊണ്ടുവരണ്ട എന്നാണ് പലരുടെയും അഭിപ്രായം കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണേ. നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായവും അത്രയ്ക്ക് വലുത് തന്നെയാട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും, എന്തായിരിക്കും നമ്മുടെ ഉപ്പും മുളകും ടീമിന് ചെയ്യാൻ പോകുന്നല്ലേ. കാത്തിരിക്കാട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.